മാ മോ മോനെ അമ്മ ഇവിടെ ചിരടക്ക അല്ല മാ ഞാൻ അവിടെ കോളേജ് ഫീസിന്റെ ഒരു കാര്യം പറഞ്ഞല്ലേ എന്താ ചെയ്ത് എന്താകാനാ മോനെ നീ 2 ദിവസത്തെ ഗ്യാപ്പെങ്കിലും ചോദിച്ചു നോക്കും മാഷിനോട് ഞാൻ ഉപ്പാനോട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറയാം 2 ദിവസം നടക്കില്ല അമ്മ ഫീസ് കൊടുക്കാത്തതിന് പേര് കോളേജ് തന്നെ പുറത്താക്കി അറിയാം നമുക്ക് ഞാൻ ഉപ്പാനോട് ഇപ്പം ചോദിച്ചു നോക്കട്ടെ മോനെ നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടാ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് കണ്ടില്ലേ ഫീസ് അടയ്ക്കാൻ പറ്റാണ്ട് ഉപ്പാനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ പറ്റും ചെയ്തൊരു പൈസ തന്നാ ഞാൻ എഴുതാനും വിട്ടുപോയല്ലോ നാളെ ചോദിച്ചു നോക്കാം. അതെ നിങ്ങളിവിടെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ നമ്മുടെ മോൻ കോളേജ് ഫീസ് ചോദിച്ച് എന്താ ചെയ്യുക? അത് എൻ്റെ അടുത്ത് മുന്നേ ചോദിച്ചതാണ്. ഞാൻ ചെയ്യണം, എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലല്ലോ. നീ അവനോട് പറഞ്ഞിട്ടേ കുറച്ചും കൂടെ സമയം ചോദിക്കാൻ പറയും. ഞാൻ അവനോട് പറഞ്ഞതാ, സാറ് പുറത്താക്കിയെന്നാ പറയുന്നത്. എനിക്കറിയാമല്ലോ, 4 മണിക്ക് പോയിട്ട് ആ മീൻ നല്ല വിലയും കുറേശ്ശെ പോയി മീനെടുക്കും. അത് കൂകിയിട്ട് വൈകുന്നേരം വരെ വിറ്റാൽ കിട്ടുന്നത് എനിക്കറിയാമല്ലോ. ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഉള്ളത് എൻ്റെ മീനിൻ്റെ പൈസ, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നാളേക്ക് പോകണമെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയാണ്ടല്ലോ നിങ്ങളെ വിഷമം. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് എന്താ പറയുക? അപ്പോൾ അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ചോദിച്ചിട്ട് കുറേ നാളായി ചോദിക്കുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ പഠിച്ചിട്ട് ഒരുവിധം ആയിക്കഴിഞ്ഞാൽ അവൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് മനസ്സമ്മാനം എനിക്ക് കിട്ടും. എനിക്ക് വെച്ചാൽ കച്ചവടം പോയിട്ട് കൂടിയിട്ട് തൊണ്ടയൊക്കെ ഭയങ്കര വേദന. എന്തായാലും ആ മീനിൻ്റെ പൈസ എടുത്ത് കൊടുക്ക്. നാളെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ട് വേറെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ മീൻ നോക്കണം. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമല്ലേ? നാളെ അവൻ പോകുമ്പോൾ പൈസ കൊടുത്തയക്കാം. എന്നാൽ പിന്നെ ഞാൻ അവനോട് പോയി പറയട്ടെ. മോനെ പട നാളത്തെ മീനിൻ്റെ കാശാണ് ഇപ്പോൾ ഞാൻ തരുന്നത്, നിനക്ക് ഫീസ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നാളെ ഉപ്പ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞേ. മോൻ നല്ല പോലെ പഠിക്കണം കേട്ടോ. നീ നല്ല പോലെ പഠിച്ചിട്ട് വേണം ഉപ്പാക്കൊന്ന് കുടുംബത്തിൽ സമാധാനമായിട്ട് ഇരിക്കാം. പാവമുണ്ട്, ഇനി വയസ്സായ മനുഷ്യ കൂകി തൊണ്ടൊക്കെ വേദനിക്കണമെന്നാണ് പറയണേ. അതെ എന്നാ മീനിൻ്റെ കാശാണ് ഇത്. മോൻ ഫീസ് അടച്ചിട്ട് നല്ലപോലെ പഠിക്കേ, അത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴാകുമ്പോൾ കുറച്ച് സമാധാനമായത് എനിക്ക്. എന്തായാലും നാളെ തന്നെ കൊണ്ടുപോയിട്ടേ ഫീസ് കൊണ്ട് കൊടുക്കുമ്മ. ഉമ്മ ചായ തന്നെ എടുക്കുമ്മ. യെസ്, ഇപ്പോഴാണ് സമാധാനമായത് എൻ്റെ മോനെ. ഹലോ എടാ, ഞാൻ ഇത് എടുക്കത്തില്ല, ലേറ്റ് ആവുന്നേ. അതേ നാളെ എൻ്റെ ഫുള്ള് പാർട്ടി മറ്റേ സാധനങ്ങളൊക്കെ ഫുള്ള് മേടിച്ചോ. ബീർ 5 കുപ്പി മറക്കണ്ട, 5 കുപ്പി മേടിച്ച ബീർ. പിന്നെ മറ്റേ സാധനമൊക്കെ ഇല്ലേ, കളറും പിന്നെ വൈറ്റ് സാധനമൊക്കെ നീ മേടിച്ചോ കേട്ടോ. അതൊക്കെ അഡീഷണലേ. പൈസേനെ കുറിച്ച് നീ ആലോചിക്കണ്ട മോനെ, ഫണ്ട് റെഡി ആയിട്ടുണ്ട്, തകർക്കും നമ്മളെനിക്ക് കേട്ടല്ലോ. ആരുടെ ചിലവാടാ? ഷമീറിൻ്റെ ചിലവ് കേട്ടാ. നീയൊക്കെ കുറേ പുച്ഛിച്ചതല്ലേ, നോക്കിക്കോ. നാളെ നമ്മൾ കളറാക്കും. പിന്നെ നമുക്ക് വല്ല വരട്ടിയത് അങ്ങനെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് മേടിക്കാമല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യ് അഡീഷണലി. പിന്നെ ആ ചെക്കൻ കുറേ വലിയ പൊങ്ങച്ചൻ പറഞ്ഞാൽ മറ്റവനും കൊണ്ടില്ലേ, അവനോട് വിളിച്ചോ, കൊടുക്ക് ബീറ് കേട്ടാ. നാളെ ഫുള്ള് ആഘോഷാ. അതേ മറ്റോ എന്താ പറഞ്ഞത്, ഞാൻ ഒരു കഞ്ചൂസാണ്, പൈസ ഇല്ല, ചിലവ് തരൂല എന്നല്ല പറഞ്ഞത്. നാളെ അവൻ്റെ അണ്ണാക്ക് ഞാൻ കൊടുത്തു തരാം എന്നിട്ട്. ശരിടാ, ഓക്കെ. നാളെ കൃത്യ ടൈം ആവും, നീ വാട്ടാ. ഓക്കെ. ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലയെന്ന്. അറിയട്ടെ, നാളെ ഒരു കണ്ണ് ബൾബ് വരട്ടെ.